ഈ തടയണയുടെ വിഷ്വൽസ് ഒക്കെ താണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാം. കാണുന്നത് ഫോറസ്റ്റിന്റെ ജീപ്പാണ്. ഫോറസ്റ്റ് വാച്ച് ടവർ കയറി കഴിഞ്ഞപ്പോൾ നമുക്കൊരാഗ്രഹം ആ താഴെ പോയി കാണണമെന്ന്. ഇപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ട്. ആ കാണുന്ന കുഞ്ഞു കെട്ടിടമാണ് നമ്മൾ മുമ്പേ നിന്ന് കണ്ട. നമസ്കാരം ചങ്ക് ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ഡയറി കുറിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് സത്യം പറഞ്ഞാൽ പുനലൂർ ചെങ്കോട്ട റൂട്ടിലാണ്. ഗ്രാമവാസിയും കൊണ്ട് ഞാൻ ഇറങ്ങിയത് റോസ്മലയ്ക്ക് പോകാനാണ്. അപ്പം ഈ റൂട്ടിലുള്ള ചില സ്ഥലങ്ങൾ, എല്ലാ സ്ഥലങ്ങളും നമുക്ക് കയറാനൊക്കത്തില്ല, ചില സ്ഥലങ്ങളിൽ കയറണം. അങ്ങനെ വന്നതാണ് ഒറ്റക്കൽ ലുക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള തടയണയും. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഏതായാലും ടൂറിസം വകുപ്പ് ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ലാതെ എൻട്രിയും നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. എനിക്കറിയാം ഇതിലെ യാത്ര ചെയ്തിട്ടുള്ള എല്ലാവരും കയറി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളും ഒന്ന് കാണാൻ പോവാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മറ്റന്മാർ നമ്മുടെ മുമ്പിൽ ഈ കാണുന്നത് പുനലൂർ ചെങ്കോട്ട റോഡാണ് കേട്ടോ. ഈ റോഡിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ കണ്ണറപ്പാലമൊക്കെ വരുന്നത്. ഈ കാണുന്നതാണ് ഒറ്റക്കൽ ലുക്കൗട്ട്. ഇവിടെ എൻട്രൻസ് ഫീസ് തികച്ചും സൗജന്യമാണ്. മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കയറി കാണാം. ചെമ്മല അല്ലെങ്കിൽ പാലരുവിയൊക്കെ പോകുന്നവർക്ക്, സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാവുന്നതാണ്. ആരും മിസ് ചെയ്യാത്തൊരു സ്പോട്ടുമാണ്. വലിയ ടിക്കറ്റ് റേറ്റ് ഒന്നും ഇല്ല, ഒരു സ്പോട്ടുമാണ്. അത്യാവശ്യം മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ. ഇവിടെ ഇതുപോലൊരു വാച്ച് ടവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 2 നിലയായിട്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. ഇപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വാച്ച് ടവർ, അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു കഫേ പോലെ ഒരു ചെറിയൊരു കൂൾ ബാറുണ്ട്. പിന്നെ ഒരു ആൽത്തറയുണ്ട്. ഇത്രയുമേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. പിന്നെ ഈ വാച്ച് ടവറിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ച ഒരു അന്യായ കാഴ്ചയാണ് കേട്ടോ. ഈ 2 ആൽത്തറകളും വരുന്നത് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിലാണ്. ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റായിട്ടൊന്നുമില്ല. നമുക്ക് ഏതായാലും വാച്ച് ടവറിലേക്ക് കയറി നോക്കാം. ഈ കാണുന്നതാണ് വാച്ച് ടവർ. ഇവിടെ ഇന്ന് നമ്മുടെ കല്ലറ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ആ ഒരു ചെറിയ ബണ്ട് ഒക്കെ നല്ല വ്യൂ ഉണ്ട്. ഒത്തിരി പേര് വന്നിട്ടുണ്ട്. നമുക്ക് കയറി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കല്ലറ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ബണ്ട്, അല്ലെങ്കിൽ ഒരു ഡാം എന്നൊക്കെ പറയാം, ചെക്ക് ഡാം എന്നൊക്കെ പറയാം. ഇപ്പം വെള്ളം ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ഇതിലെ വഴിയുണ്ട്, നമുക്ക് താഴെ പോകാം. താഴെ പോയി കാഴ്ചകൾ കാണാം. അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു വാച്ച് ടവറിന് മുകളിലത്തെ നിലയിൽ നിന്ന് കയറി അവിടെ നിന്നുള്ള വ്യൂ ഇവിടെ നിന്ന് നോക്കാം. ഇതുപോലൊരു സ്പൈറലിൻ്റെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക്. നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ മറ്റേ ഇവിടുത്തെ വ്യൂവിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടും മുമ്പ് ഇവിടെ നല്ലൊരു തണുത്ത കാറ്റാണ് കേട്ടോ. നല്ല കാറ്റും നല്ലൊരു, ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ചെക്ക് ഡാമിൻ്റെ സൈഡിൽ നിന്നുള്ള കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടു നോക്കെ. താഴെ ആ കാണുന്നത് ഫോറസ്റ്റിന്റെ ജീപ്പാണ്. ഫോറസ്റ്റിന്റെ ഈ ഭാഗത്തേക്ക് കടത്തി വിടത്തുള്ളതെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അല്ലാതെ നമ്മുടെ പ്രൈവറ്റ് വണ്ടിയോ ടൂറിസത്തിന്റെ വണ്ടിയൊന്നും വിടത്തില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഈ താഴെ കാണുന്നത് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള തടയണയാണ്. അപ്പം അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇപ്പം മേളിൽ നിന്ന് നോക്കുമ്പം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ തോന്നുന്നു. ഏതായാലും ഇതുവരെ ഞങ്ങൾ വന്നിട്ട് അവിടെ പോയിട്ടില്ല, താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇന്ന് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, നല്ല കാറ്റും ഒക്കെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഈ നടുക്കൂടുള്ള ഒരു പില്ലറിന് ചുറ്റുമായിട്ടൊരു സ്പൈറൽ രീതിയിലാണ് ഈ സ്റ്റെയർ പണിയേക്കുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ വാച്ച് ടവർ കയറി കഴിഞ്ഞപ്പോൾ നമുക്കൊരാഗ്രഹം ആ താഴെ പോയി കാണണമെന്ന്. ഇപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. ഒരു ഗ്രീനിഷായിട്ട് നല്ലൊരു കാഴ്ചയായിട്ട്, സീനറി ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ താഴോട്ട് ഏതായാലും ഒന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ, അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. ഈ കാണുന്നതാണ് വാച്ച് ടവറിൻ്റെ എൻട്രൻസ്. നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ ഒരു ചായക്കടയുണ്ട്. ചായക്കടയുടെ അതിലെ താഴോട്ടൊരു വഴി കിടപ്പുണ്ട്. നമ്മൾ ഏതായാലും ഒന്ന് ഇറങ്ങി നോക്കുക കേട്ടോ. ചെറിയ വഴിയാണ്, ഏതായാലും വലിയ വണ്ടികളൊന്നും പോകത്തില്ല. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഗ്രാമവാസി മുമ്പേ പോകുന്നുണ്ട്. ചുരം ഇറങ്ങുന്ന രീതിയിൽ ഒരു വളവും തിരിവും നടന്നൊരു വഴിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. മറ്റന്മാരെ ഈ തടയണയുടെ വിഷ്വൽസ് ഒക്കെ താണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാമോ. ഈ കാണുന്നത് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഫോറസ്റ്റിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്ത് മാത്രം ഇച്ചിരി കടും പച്ച കളറില്. അത് എണ്ണപ്പന ഫോറസ്റ്റിൽ നിന്ന് ലീസ് എടുത്ത് ആരോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി, പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല,
പ്രൈവറ്റായിട്ട് എണ്ണപ്പന നട്ടിരിക്കുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇവിടെ കടയിൽ അന്വേഷിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പേ കയറി ഇന്ന് കാഴ്ചകൾ ആസ്വദിച്ച വാച്ച് ടവർ കേട്ടോ. ആ മതിലിൽ നിന്ന് ഇച്ചിരി മാറിയായിട്ട് ഒരു ബിൽഡിങ്, ഒരു 3 നില ബിൽഡിങ്, അതിനൊരു വാച്ച് ടവർ ആക്കിയേക്കുന്നേ ഉള്ളൂ. കുറച്ച് പടവുകളുണ്ട് ഇറങ്ങാനായിട്ട്. ഏതായാലും നമ്മൾ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതൊന്നും കണ്ടില്ലേ മോശം കേട്ടോ. മേളിൽ നിന്ന് നമ്മളെ വല്ലാതെ ആകർഷിച്ച കാഴ്ചകളാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ആ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളും പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഏതാണ്ടൊക്കെ കുറേ ടെക്നിക്കൽ ടേംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ അടുത്തൊരു ബോർഡുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ. ഓക്കെ, ഗവൺമെൻറ് ഓഫ് കേരള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റ് ബോർഡൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും എഴുതി വെച്ചേക്കുന്നത് വായിക്കാം. ഡേഞ്ചറസ് സോണാണ്, എൻട്രി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതാണ് ഈ ബോർഡിനകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മൾ മുമ്പേ നിന്നത് ദേ ആ വാച്ച് ടവറിൻ്റെ മേളിലാണ് കേട്ടോ. ദേ ഇത് മൊത്തം പാറയാണ്. ഏതായാലും നമുക്ക് ഈ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ചെക്ക് ഡാമിൻ്റെ മേളിലേക്ക് പോകാം. ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ തടയണയാണ് കേട്ടോ ഇത്. ഷട്ടറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ലെന്നറിയാം ഡാമിൻ്റെ അവിടെ. പക്ഷേ ഇവിടെ ചെക്ക് ഡാം ആയതുകൊണ്ട് ഇവിടെ ബോർഡൊന്നും ഞാൻ കണ്ടില്ല. വീഡിയോഗ്രാഫി പാടില്ലെന്ന് പറഞ്ഞുള്ള ബോർഡൊന്നും കണ്ടില്ല. ഇതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലൊരു കനാലുണ്ട്. അതാണ് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയാം. അവിടെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, വാട്ടർ ലെവൽ അറിയാനായിട്ട്. നമുക്ക് അവിടം വരെ കാണാനൊക്കത്തില്ല. വേണമെങ്കിൽ ഇറങ്ങി പോകാം, പക്ഷേ നമുക്ക് അവിടെ പോകുന്നത് പ്രൊഹിബിറ്റഡ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇതിലെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, ദേ കണ്ടില്ലേ. ഈ സ്റ്റെപ്പ് ഇറങ്ങി അതിലേ കയറി നമുക്ക് ആ ബ്രിഡ്ജിൽ കൂടെ പോയി അവിടെ ഇന്ന് വീഡിയോ ഒക്കെ ഫോട്ടോയൊക്കെ എടുക്കാമായിരിക്കും. പക്ഷേ നമ്മളങ്ങോട്ട് പോകുന്നില്ല, കാരണം പ്രൊഹിബിറ്റഡ് ഏരിയ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. എൻ്റെ പൊന്ന് ചങ്ങായിമാരെ, ഈ വ്യൂ ഒന്ന് കാണണം കേട്ടോ. മേളിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ പോയാൽ പോരാ, ഈ വ്യൂ കണ്ടില്ലെങ്കിൽ എന്തൊരു നഷ്ടമാണെന്നറിയാം. ഒരു അടിപൊളി വ്യൂ കേട്ടോ. നമ്മളിവിടെ വന്ന് ഇറങ്ങിയിരിക്കണം, ഇറങ്ങി കണ്ടിരിക്കണം. അത്യാവശ്യം നല്ലൊരു കാറ്റും, പിന്നെ ഈ ഉച്ചസമയം ആയതുകൊണ്ട് നല്ല ചൂടും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് കയറിപ്പാം. ഇപ്പം കണ്ട അമ്മച്ചി വിറവ് കൊണ്ട് വന്ന അമ്മച്ചിയോട് നമ്മൾ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം. പിന്നെ വഴിയൊന്നും ഇല്ല കേട്ടോ. ഇവിടം വരെയുള്ള വഴിയേ ഉള്ളൂ, ഈ ഡാമിൻ്റെ ചെക്ക് ഡാമിൻ്റെ മേളിലുള്ള വഴിയേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ആരോഗ്യവും ജീവനും രസത്തെക്കാട്ടി വലുതാണല്ലോ ജീവൻ. അപ്പം കാരണം നമ്മൾ തിരിച്ചു പോവുകയാണ്, തിരിച്ച് കയറുകയാണ്. ഒരുപാട് കാഴ്ചകൾ ഇന്ന് എടുക്കണമെന്ന പ്ലാനിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടുത്തെ ഈ മനോഹര കാഴ്ചകളൊക്കെ അടിപൊളി കേട്ടോ. കണ്ടോ, അടിപൊളി കാഴ്ചകളാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം, പ്രത്യേകിച്ച് റോസ്മല കയറി കാണണം. നമുക്കപ്പം തിരിച്ച് കയറാം. ആ കാണുന്ന കുഞ്ഞു കെട്ടിടമാണ് നമ്മൾ മുമ്പേ നിന്ന് കണ്ട വാച്ച് ടവർ. ഇല്ല, പാലരുവി എന്ന് പറയുന്ന പോലെ പാലൊഴുകുന്ന പോലെ വെള്ളം ഒഴുകുന്ന കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കൊന്ന് വന്ന് കണ്ടില്ല പിന്നെന്താ, നമ്മുടെ പുല്ലൂർ ഇത്ര അടുത്ത് കിടന്നിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞത് ആ കാണുന്ന നമ്മൾ കയറി കാഴ്ചകൾ ആസ്വദിച്ച വാച്ച് ടവർ. അച്ഛന്മാരെ രസം ഇതൊന്നും അല്ല കേട്ടോ. ഇങ്ങോട്ട് ചാടിത്തുള്ളി ഒരു ആവേശത്തിന് നമ്മൾ ചാടി ഇറങ്ങി ഇങ്ങ് പോരുന്നു. ഇനി അങ്ങോട്ട് കയറ്റം കയറുന്ന കാര്യം ഓർക്കുമ്പോഴേ വേർത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റാണ്, എങ്കിലും വേർത്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ ഒക്കത്തില്ല കേട്ടോ. ശ്വാസം കിട്ടുമെന്ന് നോക്കട്ടെ. ഏതായാലും മേളിൽ കയറി പോവാം. ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ദാണ്ട് ഇനി ഈ കുത്തനെയുള്ള കയറ്റം കയറണം കേട്ടോ. ഇത്രയും പടവുകൾ കയറി വേണം മേളിൽ പോകാൻ. ഏതായാലും കയറുകയാണ്. അണപ്പ് കാരണം ഏതായാലും പറയുന്നത് തിരിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ കയറുക. അതാണ് ഗ്രാമനുണ്ട് ഇവിടെ. ഇല്ല, അപ്പോൾ ചെങ്ങായിമാരെ നമ്മൾ ചെക്ക് ഡാമിൻ്റെ അവിടെ നിന്ന് കയറി തിരിച്ച് വന്നു. കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലെ പുനലൂരിന് ചെങ്കോട്ടയ്ക്ക് പോകുന്ന നമ്മുടെ എല്ലാവരും കയറി കണ്ടിട്ടുള്ള സ്ഥലമാണ്. വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നും പറയാനൊക്കത്തില്ലെങ്കിലും പക്ഷേ ഒന്നും മസ്റ്റ് വിസിറ്റാണ്. നമ്മൾ ചെങ്കോട്ടയ്ക്കോ ആര്യങ്കാവിനൊക്കെ പോകുന്ന ആൾക്കാർ മസ്റ്റായിട്ടൊന്ന് കയറി കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. താഴെ പോകാനൊക്കെ, താഴെ പോയി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അപ്പോൾ ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സ്ഥലത്തെ കാഴ്ചകളുമായി കാണാം. ഇറ്റ്സ് മീ ശോഭനസ് മാത്യു സൈനിങ്.